ഞാൻ കഴിഞ്ഞ വില്ലേജിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് പണികൾ ഉണ്ടായിട്ടുണ്ടതിന്. കാരണം ക്ലീനിങ്ങും അതുപോലെ അടിച്ചുവാരലും തുടക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ സാറ്റർഡേയോ സൺഡേ ഒക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. കാരണം നാളെന്ന് പറയുമ്പോൾ സാറ്റർഡേയും സൺഡേ ഒക്കെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിന്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് എന്തായാലും കുറേ പണികളുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ്ങും അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ ഒരുപാട് പണിയുണ്ടെന്ന്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിൽ എന്താ പറയുക കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവുമായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്ക്. കാരണം ഞാൻ വീട് ആദ്യം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് പോകാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ബാക്കി മറ്റുള്ള ടെൻഷൻ ഇല്ലല്ലോ, പിന്നെ കിച്ചണിലെ പണി മാത്രം നോക്കിയാൽ മതിയല്ലോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഒരു സമാധാനം. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, കുറച്ച് ദിവസമായിട്ട് ഇത് ഫ്രിഡ്ജിൽ നമ്മൾ ബത്താസ് എന്നാണ് പറയുക, നിങ്ങളെന്താ പറയുക, നിങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരെന്താ പറയുകയെന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഒന്ന് കപ്പ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ പുഴുങ്ങി കഴിഞ്ഞാലില്ല എനിക്ക് അതിൻ്റെ മധുരം പോകുന്ന പോലെ തോന്നലുണ്ട്. കാരണം വെള്ളത്തിലിട്ട് പുഴുങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറ്റം വരുന്നുണ്ട്. ആവിയിൽ വേവിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല മധുരം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കാന്താരിയും ചെറിയ ഉള്ളിയില്ലേ അതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നാടൻ ഫുഡിനോട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ പിള്ളേർക്കൊന്നും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. അപ്പം ഞാൻ 2-3 കാന്താരിയും അതുപോലെ കുറച്ച് ചെറിയുള്ളിയും ചെറിയ പീസ് പുളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി, കൂടുതൽ അങ്ങനെ അരഞ്ഞു പോകണ്ട. ഇനി ഇങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡിയാകും കേട്ടോ. നമ്മുടെ ഈ കപ്പൻ്റെ കൂടെ അതുപോലെ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ചേമ്പില്ലേ അത് അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം അതൊരു ഉപ്പ് പിടിക്കാത്ത പോലത്തെ ഒരു സംഭവമല്ലേ, എന്താണെന്നറിയില്ല, ആ ഒരു സംഭവം മാത്രം എനിക്ക് ഇഷ്ടമല്ല ചേമ്പ്. ബാക്കിയൊക്കെ നല്ല ഇതുപോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ ടീയും കൂടി റെഡിയാക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ തോന്നും ഇങ്ങനെയുള്ള ഫുഡ് മാത്രം കഴിക്കണം, വെയിറ്റ് ലോസിന് ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കഴിക്കൂ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് 1-2 ദിവസം അങ്ങനെ പോകും കേട്ടോ. പിന്നെയും പണ്ട് പറഞ്ഞ പോലെ തന്നെയാവും. അങ്ങനെ എന്താ പറയുക, ഇനിയിപ്പോൾ കാര്യമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കുറേ വീഡിയോസിലാണ് ഇങ്ങനെ പറയുന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മുടക്കുന്നുണ്ടാവും. പക്ഷേ എന്തായാലും ഇന്ന് നമ്മുടെ ഡിസംബർ 1 ഏതായാലും ഇന്ന് മുതൽ ഞാൻ പക്ക ഡയറ്റ് എന്താ പറയുക ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ നല്ല മധുരമുണ്ട്, നല്ല എരിവുള്ള ഈ ഒരു ചമ്മന്തിയും ചൂടുള്ള ഈ ഒരു ഗ്രീൻ ടീ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് എന്താ പറയുക ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് മക്കളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പൊതുവെ പറയാറുണ്ടല്ലോ ചോറൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പം ഏതായാലും രാത്രിത്തേക്കും കൂടി ഒരു കറിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മുകളയില്ലേ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒരു 1 കിലോനോളം ചിക്കന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു 1/4 കപ്പില്ല ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഇത് പുളിയുള്ള തൈരായതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൈരും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലാകുമ്പോൾ നല്ലപോലെ ഉപ്പും ഇതൊക്കെ പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ആയി കിട്ടിക്കോളും. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കും. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് ഉള്ളി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ 2 വലിയ സവോള തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്.
ഇനി നല്ലപോലെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് പൊരിച്ചെടുക്കുന്നില്ലേ, അതുപോലെ ഗോൾഡൻ കളറാവുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഇതൊന്ന് ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതൊന്ന് മാറ്റാം. ഇനി പൊരിച്ച ഉള്ളി നമുക്കൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്യുന്ന ഒരു പണി മാത്രമേ ഈ ഒരു കറിക്ക് ഉള്ളൂ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു അരക്കപ്പോളം ബദാം സോക്ക് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട്. ഇതിൽ നിങ്ങൾക്ക് കാഷ്യൂ ഉള്ളതാണെങ്കിൽ കാഷ്യൂ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ബദാം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ബദാം ഇട്ട് കൊടുത്ത്. ഇനി ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലില്ലേ, അതിൽ തന്നെ നമ്മൾ കുറച്ച് 2-3 ഗ്രാമ്പു, ഏലക്ക, അതുപോലെ പട്ട നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകില്ലേ, അതും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ അതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് കുക്കായി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ മല്ലിപ്പൊടിയില്ലേ, മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, മറ്റേ ചെറിയ ജീരകം പൊടിച്ചതില്ലേ, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ആ ഒരു മസാലേൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒരു ഹാഫ് കുക്കാവുന്നവരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആ ഒരു പേസ്റ്റ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു മിക്സിയിലും ആ ഒരു ബൗളൊക്കെ എന്തായാലും അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെള്ളം നട്ടാം, അതൊന്ന് കഴുകിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്കത് കാണിക്കാൻ വിട്ടുപോയി. ഇനി ഞാൻ ഇതിലോട്ടൊരു 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്, അതൊരു ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള മുഗളായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ആരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു വേണ്ട, അതുപോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും അതിലും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു കറിയില്ലേ, ഈ ഒരു ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ഇപ്പം പറയുന്ന പോലെ തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ട് അടിപൊളിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണിക്കലുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തി എന്നിട്ട് കഴിച്ചിട്ടുണ്ടായി, ഇന്നലെ ബാക്കി വന്ന്. അപ്പോൾ അങ്ങനെ ഇനി വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ഞാൻ കായ്പോള എന്നിട്ട് ഉണ്ടാക്കുന്നത്. വൈകുന്നേരം എന്തെങ്കിലും ഒരു സ്നാക്ക് നിർബന്ധമാണ്, കാരണം പിള്ളേരൊന്നും വന്നു കഴിഞ്ഞാൽ ചോറൊന്നും കഴിക്കൂല. അപ്പോൾ എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളും മാത്രമേ അവർക്ക് വേണ്ടൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കലാണ് വൈകുന്നേരം. അപ്പോൾ ഇത് ഞാൻ ഇന്ന് കായ്പോള ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന് മുന്നേ സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കുമ്പോൾ ഒരു 3-4 ഇതുപോലുള്ള പോളകളൊക്കെ കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, കണ്ടു നോക്ക്. നല്ല നല്ല അടിപൊളി സ്നാക്സൊക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മുടെ കായ്പോളയും റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. 4 മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു 2 പഴം ഓയിലിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം, ഓയിലും ഗീയും കൂടി ചേർത്തിട്ട്. ഇനി അത് മുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫ്രൈ ചെയ്താൽ എന്താ പറയുക എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു പഴം അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗീ ഒഴിച്ച പാനിൽ എന്താ പറയുക ഒഴിച്ചു കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സിമ്മിൽ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കായ്പോള നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ സ്നാക്കും ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ആരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട, ഞാൻ വീണ്ടും പറയാന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.